സൗത്ത് ഇന്ത്യയിലെ നയഗ്ര ഫോൾസ് എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി വാട്ടർഫോൾസിലാണ് ഇന്ന് നമ്മളുള്ളത്. ഈ വാട്ടർഫോൾസിൻ്റെ കുറച്ച് അടിപൊളി കാഴ്ചകളും കുറേ വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചകളിലേക്കും ആ വിശേഷങ്ങളിലേക്കും പോകാം. കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും വലിപ്പമുള്ള വാട്ടർഫോൾസാണ് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിലെ അതിരപ്പള്ളി എന്ന പഞ്ചായത്തിലുള്ള ഈ അതിരപ്പള്ളി വാട്ടർഫോൾസ്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ആ വാട്ടർഫോൾസിലേക്ക് നടക്കുന്ന വഴിയിൽ ധാരാളം കുരങ്ങന്മാരെ കാണാം. എല്ലാവരും കുറച്ച് പ്രശ്നക്കാരാണ്. വെള്ളച്ചാട്ടം ഒഴുകുന്ന ഈ വനമേഖലയിൽ ഈ കുരങ്ങന്മാർ മാത്രമല്ല, കടുവയും ആനയും കാട്ടുപോത്തും ഒക്കെ ആയിട്ട് മറ്റു ജീവികളും കൂടിയുണ്ട്. വേഴാമ്പലും കൃഷ്ണപ്പരുന്തും മാടത്തെയൊക്കെ ആയിട്ട് പലതരത്തിലുള്ള പക്ഷികളും വിവിധ ഇനത്തിൽപ്പെട്ട ചിത്രശലഭങ്ങളുടെയും കൂടി ഒരു ആവാസ കേന്ദ്രമാണ് നമ്മുടെ ഈ വനപ്രദേശം. ഇത് 2024 മാർച്ചിൽ നല്ല ചൂടുള്ള ഒരു സമയമാണ്. മൺസൂൺ കാലത്ത് കുത്തിയൊലിച്ചു വരുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ഇപ്പം ഇല്ലെങ്കിലും താഴെ ആ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടരേത്തു നിന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും ആ കാഴ്ച അത്ര മോശമൊന്നുമല്ല കേട്ടോ. ചാലക്കുടിപ്പുഴ ഈ വേനൽക്കാലത്തും അത്ര പറ്റിയിട്ടൊന്നുമില്ല. ഇതാ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ആ താഴെ വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് പോകുന്നത്. ഓപ്പോസിറ്റിലേക്ക് ഒരു വഴിയുണ്ട്, പക്ഷെ അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും ടൂറിസ്റ്റുകൾക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല. എൻട്രൻസിന്റെ അവിടെ തൊട്ട് ഈ വാട്ടർഫോൾസിന്റെ ടോപ്പ് വരെ ഏകദേശം ഒരു 1/2 കിലോമീറ്ററെങ്കിലും ദൂരം ഉണ്ടാവും. നല്ല വെയിലും അതുപോലെ നല്ല ചൂടുമാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇന്ന് ടൂറിസ്റ്റുകളൊന്നും അതിയോടെ എത്തിയിട്ടില്ല. എത്തിയവരിൽ മിക്കവരും ചാലക്കുടിപ്പുഴയിൽ ഇറങ്ങി കിടപ്പാണ്. ആ ദൂരെ കാണുന്ന കാവൽമാടം കണ്ടോ? 2018 പ്രളയമൊക്കെ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നൊരു കാവൽമാടമാണത്. അത്രയും കുത്തിയൊലിച്ച് വെള്ളം വന്നിട്ട് പോലും ഈ കാവൽമാടം തകർന്നില്ല. അതിരപ്പള്ളി വാട്ടർഫോൾസിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഒഴുകി വരുന്ന ചാലക്കുടിപ്പുഴ അത് മുഴുവനായും താഴേക്ക് പതിക്കുന്ന ഒരു സ്ഥലമാണിത്. 80 ഫീറ്റ് ഹൈറ്റും 330 ഫീറ്റ് വൈഡുമാണ് നമ്മുടെ ഈ വാട്ടർഫോൾസ്. മുകളിൽ നിന്നുള്ള ഈ വ്യൂ കാണുമ്പോഴാണ് വാട്ടർഫോൾസിന്റെ സൗന്ദര്യം നമുക്ക് കുറച്ചുകൂടെ നല്ലപോലെ ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്നത്. 1980 തുടക്ക കാലഘട്ടത്ത് അധികം ആളുകളൊന്നും വന്ന് കണ്ടിട്ടില്ലാത്തൊരു വാട്ടർഫോൾസ് ആയിരുന്നു ഇത്. ഗവൺമെന്റ് ഈ റീജിയനിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് കൊണ്ടുവന്നതിന് ശേഷമാണ് ആളുകൾ ഈ സ്ഥലത്തിന്റെ ഭംഗി മനസ്സിലാക്കുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ താഴത്തെ ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മളെ കാത്ത് ധാരാളം കുരങ്ങന്മാരിപ്പുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും കുറച്ച് പ്രശ്നക്കാരാണ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അത് തട്ടിപ്പറിക്കാനാണ് ഇവന്മാരുടെ ഇരിപ്പ്. കുറച്ചങ്ങ് മാറിയ ഒരു അമ്മക്കുരങ്ങും ഒരു കുഞ്ഞുകുരങ്ങും ഇരിപ്പുണ്ട്. ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ തോന്നുന്നു ജനിച്ചിട്ട്. നമ്മളിവരെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് നിന്നത് അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൾ അപ്പം തന്നെ തിരിഞ്ഞിരുന്നു. വെള്ളച്ചാട്ടത്തിന്റെ താഴത്തെ ഭാഗത്തേക്കുള്ള പ്രവേശനം 5 മണി വരെ മാത്രമേ ഉള്ളൂ. ഒരു 400 മീറ്റർ ഈ കരിങ്കല്ല് ഭാഗിയ വഴിയിലൂടെ നടന്നാലേ ഉള്ളൂ നമുക്ക് താഴെ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്താൻ പറ്റൂ. ഒരു ചുരം ഇറങ്ങുന്ന പോലെ കുറെ ഹെയർപിൻ വളവുകളൊക്കെ ആയിട്ടാണ് ഈ വഴി. കുറച്ച് നടന്നു കഴിഞ്ഞാൽ വാട്ടർഫോൾസിന്റെ വ്യൂ ഒക്കെ കണ്ടു തുടങ്ങും. മരത്തിനിടയിലൂടെ ഈ വാട്ടർഫോൾസിന്റെ ഒക്കെ വ്യൂ കാണാൻ എന്ത് രസമല്ലേ. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇപ്പം 3 ഭാഗത്തു നിന്നാണ് ഇപ്പോൾ വെള്ളം വീഴുന്നത്. മഴക്കാലമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് നിറഞ്ഞു കവിഞ്ഞൊഴുകിയേനെ. മഴക്കാലമാണെങ്കിൽ നമ്മളിപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് പോലും പ്രവേശനം ഉണ്ടായിരിക്കില്ല. കാരണം അത്ര ശക്തിയായിട്ടാണ് വെള്ളം വീണ് ഇതുവഴി അത് ഒഴുകിപ്പോകുന്നത്. പ്രത്യേകം പറയേണ്ടാത്ത എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ധാരാളം സിനിമകൾക്ക് ലൊക്കേഷനായ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ അതിരപ്പള്ളി വാട്ടർഫോൾസ്. മലയാളവും ഹിന്ദിയും തമിഴിലും ഒക്കെയായി 57ഓളം മൂവിയിലാണ് ഈ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ ഒരു സൗന്ദര്യം ഒപ്പിയെടുത്ത് വെച്ചിരിക്കുന്നത്. മണിരത്നത്തിൻ്റെ രാവണനും ബാഹുബലിയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ട രംഗങ്ങളും 2023 ഇറങ്ങിയ രജനീകാന്തിൻ്റെ ജയിലർ എന്ന് പറയുന്ന മൂവിയുടെ ക്ലൈമാക്സും എല്ലാം ഇതിൽ ഉൾപ്പെടും. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പുറകോട്ട് മാറിയാണ് വാഴച്ചാൽ വാട്ടർഫോൾസ് ഉള്ളത്. ആ വാട്ടർഫോൾസിൻ്റെ ഒരു 400 മീറ്റർ മുകളിലായിട്ടാണ് ഗവൺമെൻറ് ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ അണക്കെട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മാത്രമല്ല, ഇത്രയും ഭംഗിയായിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുമോ എന്ന് പോലും അറിയില്ല. നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പൽ ഉൾപ്പെടെ 4 ഇനത്തിൽപ്പെട്ട വേഴാമ്പലുകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് നമ്മളിവിടെ കാണുന്ന ഈ കാടുകൾ. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പാറക്കെട്ടൊക്കെ കയറി ഇത്ര അടുത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഈറിനൊക്കെ അടിച്ച് നമ്മുടെ ശരീരത്തെ ഒന്ന് തണുപ്പിക്കാൻ പറ്റൂ. അതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ ബസ്സിലോ ടാക്സിയിലോ ഓട്ടോയിലോ ഒക്കെ നമുക്കിവിടെ എത്തിച്ചേരാവുന്നതാണ്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 30 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണെങ്കിൽ 55 കിലോമീറ്ററും തൃശ്ശൂർ സിറ്റിയിൽ നിന്നൊരു 58 കിലോമീറ്ററുമാണ് ഇവിടത്തേക്കുള്ള ദൂരം. വൈകിട്ട് 6:30 ഇരു സൈഡിലുള്ള ചെക്ക് പോസ്റ്റും ക്ലോസ് ചെയ്യുന്നത്. അതുവരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാം. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.